നമ്മൾ പുതിയ പിജിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ പഴയത് ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് തിരിക്കാൻ പാടായതുകൊണ്ടാണ് നമ്മൾ പുതിയത് വാങ്ങിയത്. ഇതെങ്ങനെയുണ്ടെന്ന് ഇത് വർക്ക് ചെയ്യണം എങ്ങനെ നമുക്ക് നോക്കാം. ഇത് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതെങ്ങനെയാണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ഇതിനകത്തേക്ക് ലോക്കാക്കുന്നു. ലോക്ക് ചെയ്തിട്ട് ബട്ടൺ ഇങ്ങനെയാണ് ഇരിക്കുക. ആദ്യം നമ്മളതിൽ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അതൊരു സൗണ്ട് കേൾക്കും, ഒരു മുരൾച്ച കേൾക്കും. നമുക്കത് ശ്രദ്ധിച്ചേക്കാം. സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇതിനകത്തില്ല. കുറച്ച് കൂടി എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. ഇതിൽ ഫില്ല് ചെയ്ത മാവ് 4 ഇടിയപ്പം ഉണ്ടാക്കാനാണ് തികഞ്ഞത്. ഇതിപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ നമ്മളിതിനെ അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി അൺലോക്ക് ചെയ്തിട്ട് ഇതിനെ റിമൂവ് ചെയ്തെടുക്കും. റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതിലെ മാവ് ഫുൾ ബാക്ക് സൈഡിലുണ്ടാവും. നമ്മുടെ പഴയ ടൈപ്പിലും ഇതുപോലെ ബാക്കിൽ വന്ന് ഫില്ലാവാറുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ഒരുമിച്ച് ക്ലീൻ ചെയ്താൽ മതി. എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയാൽ മതി. മാറ്റിയിട്ട് ഇതെങ്ങനെയാണ് ബാക്കിലോട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ മറ്റേതിൽ തിരിക്കണം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബട്ടൺ കണ്ടല്ലോ, മേളത്തെ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ, ഇതിപ്പോൾ ഓഫ് സ്റ്റേജാണ്, മേളത്തെ ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മളിതിനെ ഫ്രണ്ടിലോട്ട് ഇത് ഇങ്ങനെ തള്ളി ഇങ്ങനെ പോകുന്നത്. അപ്പോഴാണ് ഇത് വർക്ക് ആവുന്നത്, മാവ് അതിൽ വീഴുന്നത്. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ തിരിച്ച് ഈ ബട്ടൺ നോർമൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും താഴത്തെ പ്രസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് അകത്തേക്ക് കയറി പോകും. അത്രേ ഉള്ളൂ. കഴിഞ്ഞ് ഓഫ് ചെയ്ത ശേഷം ഓഫ് ചെയ്യുമ്പോൾ നോർമൽ സ്റ്റേജ് ഓഫ് ചെയ്തിട്ട് പിന്നെ മാവ് വീണ്ടും ഫില്ല് ചെയ്ത് തിരിച്ച് ഒരു തവണ അത് ഫില്ല് ചെയ്യുന്നത് ഒരു കണക്കിൽ ഇത് 4 എണ്ണം, ഒരു തട്ടിൽ 4 എണ്ണം ഉണ്ടാക്കാനായിട്ടാണ് അത് തികയുന്നത്. അപ്പോൾ ഇതാണ്, സിമ്പിളാണ്. മറ്റേ നമ്മൾ ഇങ്ങനെ അത് പക്ഷേ കുറച്ച് കൂടുതലുണ്ടാക്കും. എനിക്കൊന്ന് 2 എണ്ണത്തിൽ കൂടുതൽ അതിലുണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കറക്കുന്നത് ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാക്കിൽ വന്ന് സ്റ്റോർ ആകുന്ന മാവ് ഒരുപാട് കൂടുതൽ, എനിക്കൊന്ന് പകുതിയോളം ബാക്കിലുള്ളതിൽ വന്നിങ്ങനെ സ്റ്റോർ ആകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു തട്ട് തന്നെ ഉണ്ടാക്കുമ്പോഴത്തേന് അത് തീരും തന്നെ, അത് നിൽക്കും. അത് ബാക്കിൽ വന്ന് മാവ് ഫില്ല് ചെയ്യുന്ന കാരണം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ബാറ്ററിയിലാണ്, ബാറ്ററി അല്ല, ചാർജ് ചെയ്യും. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ C ഷേപ്പിൻ്റെ പിന്നുള്ള ചാർജർ വെച്ചിട്ടാണ് അത് ചാർജ് ചെയ്യുന്നത്. 5 മണിക്കൂർ ഫസ്റ്റ് വാങ്ങിയപ്പോൾ ചാർജ് ചെയ്ത് പിന്നെ തീരുന്ന അനുസരിച്ച് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാനിത് രാവിലെ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വന്ന മാവെടുത്തിപ്പോൾ വൈകിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാനിത് വാങ്ങിയത് ഉദയംകുളങ്ങരയിൽ നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ അടുത്തായിട്ടൊരു നമ്മുടെ തന്നെ അക്കൗണ്ട് ഹോൾഡറാണ്, ലക്ഷ്മി മെറ്റൽസ്. അവരുടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് 1750 രൂപ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് ഓൺലൈനിൽ ഇതിൽ കൂടുതൽ നല്ല വില കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ ഉദയംകുളങ്ങരയിലുള്ളവർക്കൊക്കെ ലക്ഷ്മി മെറ്റൽസ് എന്ന് വാങ്ങാം. 1750 രൂപയാണ്. ഇത് മാത്രമായിട്ട് ഇതിനൊപ്പം ഒരു തവ കൂടെ കിട്ടുന്നുണ്ട്. തവ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് അല്ല, നമ്മുടെ പഴയ ടൈപ്പ് ദോശക്കല്ല് പോലത്തെ ടൈപ്പ് പിജിയുടെ തവയുണ്ട്. അതും കൂടെ ആണെങ്കിൽ 2100 ആ ഒരു റേഞ്ചാണോ തോന്നുന്നു. എനിക്കത് വേറെ അതുപോലത്തെ തവ ഉള്ളതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. ഇത് മാത്രമായിട്ടാണ് വാങ്ങിയത്. 1750 രൂപ.